നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം പൊളിയുന്നു. ബോക്സിലുണ്ടായിരുന്നത് ഉപകരണം നന്നാക്കിയതിന്റെ ഡെലിവറി ചെലാനെന്ന് എറണാകുളത്തെ കടയുടമ. ഹാരിസിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ്. കുടുക്കാനുള്ള നീക്കമെന്ന് KGMCTA. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചു മാത്രം അമേരിക്കയുമായുള്ള നികുതി യുദ്ധത്തിൽ തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുമായി ചർച്ചകൾക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി. ഇന്ത്യയെ SCO ഉച്ചകോടിക്ക് ക്ഷണിച്ച് ചൈന. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി. കമ്മീഷൻ രാജ്യദ്രോഹം നടത്തുന്നുവെന്നും ഉടൻ ഡിജിറ്റൽ ഡേറ്റ കൈമാറണമെന്നും രാഹുൽ. രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ രാഹുൽ മാപ്പ് പറയണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുലിന്റെ മെഗാ റാലി ബംഗളൂരുവിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICU പീഡനക്കേസിൽ ജീവനക്കാരനായ പ്രതി AM ശശീന്ദ്രനെ പിരിച്ചുവിട്ടു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്ന് അതിജീവിത. സംസ്ഥാന സർക്കാരിനെതിരെ CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് വിലയിരുത്തൽ. ഭക്ഷ്യ കൃഷി വകുപ്പുകൾക്കെതിരെയും വിമർശനം. കൊല്ലത്ത് 3ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ പീഡനം. വികൃതി കാട്ടിയതിന് കാലിൽ ഇസ്തിരിപ്പെട്ടികൊണ്ട് പൊള്ളിച്ചു. രണ്ടാനച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. വിശദമായി നോക്കാം. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും വാദം പൊളിയുന്നു. ഉപകരണം നന്നാക്കാൻ തന്നിരുന്നതായും അതിന്റെ ഡെലിവറി ചെലാനാണ് അയച്ചതെന്നും എറണാകുളത്തെ കടയുടമ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ക്യാപ്സൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിലാണ് ഉപകരണം റിപ്പയർ ചെയ്യാനായി അയച്ചിരുന്നത്. സ്ഥാപന ഉടമയുടെ പ്രതികരണത്തിലേക്ക്. അതവിടെ നിന്ന് 3 നെഫ്രോസ്കോപ്പ് നമ്മൾ റിപ്പയർ ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി എടുത്തതാണ്. പക്ഷെ അപ്പൊ അത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം അതിന്റെ റോഡ് ലെൻസ് ഒക്കെ പൊട്ടിയ കാര്യം 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഇൻസ്ട്രുമെന്റാ. അപ്പൊ അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് DC ഇട്ട് തന്നെ തിരിച്ചു കൊടുത്തു. ഡെലിവറി ചെല്ലാൻ. അത് ബില്ലല്ല. ബില്ലെന്ന് പറയുന്നത് ടാക്സ് ഇൻവോയ്സ് ആണ്. ഇതെന്ന് ഡെലിവറി ചെല്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ഒരു റെക്കോർഡാണ്. അത്രേ ഉള്ളൂ. ഇല്ല, ബട്ട് ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ. ഇത് വെറും ഡെലിവറി ചെല്ലാൻ ഉണ്ടാവുമല്ലോ അല്ലേ. നെഫ്രോസ്കോപ്പ് 3 നെഫ്രോസ്കോപ്പ് അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം അത് ഇന്ത്യയിൽ പുറത്ത് വിട്ട് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ല കോസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ അതപ്പോൾ തിരിച്ചു കൊടുത്തു. കാര്യം എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന് അത്രയും വലിയ ഫണ്ടില്ല. കാര്യം 1.5 to 2 lakhs കോസ്റ്റ് വരുന്ന ഒരു സാധനം. അപ്പൊ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തു. ബയോമെഡിക്കലിനെ ഏൽപ്പിച്ചു. അത് ടെലസ്കോപ്പ് സപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ വർഷം 1 അത് ഞങ്ങളുടെ വേറെ ചാനൽ പാർട്ണർ മെഡിമാർട്ടാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് ചെന്നൈയിൽ നിന്നാണ് പോയിരിക്കുന്നത്. അത് KMSCLന്റെ ഓർഡർ പ്രകാരം മെഡിക്കൽ കോളേജ് ഇട്ട ഓർഡർ പ്രകാരം സപ്ലൈ ചെയ്തത്. അതിന്റെ പേയ്മെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു വർഷമായി കൊടുത്തിട്ട്. ഇത് ടാക്സ് ഇൻവോയ്സ് അല്ല. ഇതൊരു ഡെലിവറി ചെല്ലാനാണ് കൊടുത്തു. റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ ഒരു രേഖ മാത്രമാണ്. വേറെ ഒന്നുമില്ല. അതിപ്പോ അവിടുത്തെ ബയോമെഡിക്കലും അങ്ങനെയുള്ള ഹെഡ്സ് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരല്ലേ നോക്കാറുള്ളൂ. നമുക്കത് തന്ന ഇൻസ്ട്രുമെന്റ് തിരിച്ചു കൊടുക്കാന്നുള്ള അധികാരം മാത്രമല്ലേ ഉള്ളൂ. നമ്മളെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് തിരിച്ചു കൊടുത്തു. അത്രേ ഉള്ളൂ. അതവര് തെറ്റിച്ച് എഴുതിയ DC തെറ്റിച്ച് എഴുതിയെന്നേ ഉള്ളൂ. 3 നെഫ്രോസ്കോപ്പിന് അവർ 3 മോർസ്ലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചു. അതിപ്പോ കുറച്ച് ദിവസം മോർസ്ലോസ്കോപ്പ് എന്നുള്ള വിവാദം നടക്കുന്നുണ്ട്. അതറിയാതെ പുള്ളിക്കാരത്തി എഴുതിയതാണ്. അത് വലിയ ഇതില്ല. അത് മാറ്റി എഴുതിക്കൊള്ളാൻ പറഞ്ഞത്. നെഫ്രോസ്കോപ്പ് എന്നാണ് അതിന്റെ പേര്. ഉപകരണത്തിന്റെ പേര് നെഫ്രോസ്കോപ്പ് എന്നാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തിയ വാർത്താ സമ്മേളനമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഇന്ന് നടത്തിയത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ അടച്ചിട്ട മുറി പരിശോധിച്ചപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ ഉപകരണം കണ്ടെത്തിയെന്നും മുറിയിൽ മറ്റൊരാൾ പ്രവേശിച്ചെന്ന് സംശയമുണ്ടായിരുന്നുവെന്നും ആരോപണം. എന്നാൽ തന്റെ മുറിയിൽ കണ്ടെത്തിയത് റിപ്പയർ ചെയ്യാൻ നൽകിയ ഉപകരണമാണെന്നും ജൂനിയർ ഡോക്ടർമാർക്ക് എപ്പോൾ വേണമെങ്കിലും മുറിയിൽ പ്രവേശിക്കാൻ താക്കോൽ നൽകിയിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് മറുപടിയും നൽകിയിരുന്നു. തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതായും താനില്ലാത്തപ്പോൾ മുറി തുറന്ന് പരിശോധിച്ചതായും ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചിരുന്നു. ഇത് പുറത്തായതിന് പിന്നാലെയാണ് അടിയന്തരമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചത്. മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ 3 തവണയാണ് വിദഗ്ധ സമിതി പരിശോധന നടത്തിയിരുന്നത്. ഓഗസ്റ്റ് 6 ഡോക്ടർ ഹാരിസിന്റെ ഓഫീസ് തുറന്ന് പരിശോധിച്ചപ്പോൾ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി.
കണ്ടെത്തി. ഇത് കാണാതായ ഉപകരണമാണോ എന്ന് വ്യക്തത വരുത്താൻ ഓഗസ്റ്റ് 7-ന് വീണ്ടും പരിശോധിച്ചപ്പോൾ മറ്റൊരു ബോക്സിൽ നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണവും മോസിലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ലും കണ്ടെത്തി. ഓഫീസ് മുറി തുറന്ന് പരിശോധിച്ച 2 ദിവസവും ഹാരിസ് ചിറക്കൽ അവധിയിലായിരുന്നു. അവിടെ ഒരു ഉപകരണമുണ്ട്, അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. CCTV പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ കയറിയതായും ബില്ലും പുതിയ ഉപകരണവും കൊണ്ടുവച്ചതായും സംശയമുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് ഇരുവർക്കും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും ആരോപണങ്ങളിൽ വിശദീകരണവുമായി ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നു. തന്റെ ഓഫീസ് മുറിയിൽ നിന്നും കണ്ടെത്തിയ ഉപകരണം റിപ്പയർ ചെയ്യാൻ അയച്ച നെഫ്രോസ്കോപ്പ് ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റിപ്പയർ ചെയ്യാൻ 2 ലക്ഷം രൂപയാകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അത് നൽകാൻ പണമില്ലാത്തതിനാൽ എറണാകുളത്തെ കമ്പനി അത് തിരികെ അയച്ചു തരികയായിരുന്നു. തന്റേത് ഓഫീസ് മുറി ആയതിനാൽ ജൂനിയർ ഡോക്ടർമാർക്ക് താക്കോൽ കൊടുത്തിട്ടുണ്ട്. നിരവധി ആവശ്യങ്ങൾക്കായി രാത്രിയും പകലും ഡോക്ടർമാർക്ക് മുറിയിൽ കയറാൻ അനുവാദമുണ്ടെന്നും ആരും രഹസ്യമായി കയറുന്നതല്ല എന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ തകരാർ എത്രത്തോളം ഗുരുതരമാണെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരിടുന്നത് തികച്ചും വേട്ടയാടൽ തന്നെയാണ്. ഉപകരണം കാണാനില്ല എന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് ആരോഗ്യമന്ത്രിയായിരുന്നു. ഇന്ന് ആശുപത്രി അധികൃതർ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാദങ്ങൾ ഓരോന്നായി ഇപ്പോൾ പൊളിയുകയാണ്. വാർത്താ സമ്മേളനത്തിനിടെ ആശുപത്രി സൂപ്രണ്ടിന് വന്ന ഫോൺ കോളിൽ പോലും ദുരൂഹത ഏറുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഇന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസിന്റെ മുറി പരിശോധിച്ചപ്പോൾ അസ്വാഭാവികത തോന്നിയെന്നാണ് പറഞ്ഞാണ് അദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത്. ഇപ്പോൾ ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന കടയുടമയുടെ പ്രതികരണം വരുമ്പോൾ ആ വാദങ്ങളെല്ലാം പൊളിയുന്നു. ഒപ്പം ഡോക്ടർ ഹാരിസിനെ കുടുക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതല്ലേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അമ്പളി, അക്കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഈ ഡോക്ടർ ഹാരിസ് ആദ്യമേ തന്നെ സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് യൂറോളജിയുടെ തലവനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം തന്നെ പറയുന്നു, ദിവസങ്ങൾക്കും അദ്ദേഹം ഒരു വെളിപ്പെടുത്തുന്നത്, ആ വെളിപ്പെടുത്ത് വലിയ രീതിയിലുള്ള ഞെട്ടലാണ് എല്ലാവർക്കും ഉളവാക്കിയത്. അത് ആരോഗ്യവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഓരോ തവണയും അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തെളിവുകൾ നിരത്തിയാണ് ആ വാദത്തിലൊക്കെ ഉറച്ചു നിന്നത്. ഇതൊക്കെ തന്നെ സർക്കാരിനെ, പ്രത്യേകിച്ച് ആരോഗ്യ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിലപാടായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോഴും പ്രതികരണവുമായി ഒരു ഘട്ടത്തിൽ പോലും ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ രംഗത്ത് എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഡോക്ടർമാരുടെ സംഘടനയായ KGMCTയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ തനിക്കെതിരെ ചില ഗൂഢാലോചന നടത്തുന്നു, തന്നെ കുടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. താൻ ഇല്ലാതിരുന്ന സമയത്ത്, അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായി അവധിയിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ, താൻ ഇല്ലാതിരുന്ന സമയത്ത് തൻ്റെ ഓഫീസ് മുറി ആരോ തുറക്കുന്നു എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്, തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് അദ്ദേഹം ഈ KGMCTയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചത് മാധ്യമങ്ങളിലൂടെ അറിയിക്കാതെ ഇത് വാർത്ത പുറത്തുവരികയും ചെയ്തിരുന്നു. രാവിലെ തന്നെ വലിയ രീതിയിൽ ഇത് വാർത്തയായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വളരെ വേഗത്തിൽ അടിയന്തരമായി ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പലും മാധ്യമങ്ങളെ കാണുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്രയും നാൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തി എത്രയോ തവണ ഇതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ പൊങ്ങി വന്നതാണ്. അപ്പോഴൊന്നും ഒരു ഘട്ടത്തിൽ പോലും ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുകയും ഈ രീതിയിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിരുന്നില്ല. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നത് കൃത്യമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു പ്രതിയാണെന്ന് അവർ പറയുന്നില്ല. പക്ഷേ അവർ പറയാതെ പറയുകയായിരുന്നു. വരികൾക്കിടയിലൂടെ കൃത്യമായി പ്രതിക്കൂട്ടിലാക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ. കാരണം ഈ ഹാരിസ് ചിറക്കലിന്റെ മുറി 2 തവണ പരിശോധിച്ചു. ആദ്യ ദിവസം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ഉപകരണം കണ്ടെത്തി. ആ ഉപകരണം മോസിലോസ്കോപ്പ് ആയിരുന്നു. അത് കാണാതായ ഉപകരണമാണെന്ന് പറയുന്നത്. അത് കാണാതായ ഉപകരണമാണോ എന്ന് സ്ഥിരീകരിക്കാനായി പരിശോധന നടത്തി. 2ാമത്തെ ദിവസവും ആ റൂം പരിശോധിച്ചപ്പോൾ വേറൊരു ബോക്സ് അവിടെ കണ്ടു. ആ ബോക്സ് ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് നോക്കിയപ്പോൾ അതൊരു നെഫ്രോസ്കോപ്പ് ആയിരുന്നു എന്ന് പറയുകയും ബില്ല്, അതായത് തലേ ദിവസം കണ്ട ആ മോസിലോസ്കോപ്പിന്റെ ബില്ല് അതിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ രീതിയിൽ ഇത് ഇദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി അല്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്താക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് അവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആരോ അതിനകത്ത് അതിക്രമിച്ച് കയറിയതായ ഒരു സംശയം, ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ അതിനകത്ത് പ്രവേശിക്കുന്നത് കണ്ടു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഉപകരണം, കാണാതായ ഉപകരണം അവിടെ കണ്ടെത്തുന്നു, ആരോ ഒരാൾ രഹസ്യമായ റൂമിൽ പ്രവേശിക്കുന്നത് കാണുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹാരിസ് ചിറക്കലിനെ സംശയത്തിന് നിലനിർത്തുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു പ്രതി
കളിയാക്കുന്ന രീതിയിലായിരുന്നു വാർത്താ സമ്മേളനം ഇവർ നടത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഹാരിസ് ചിറക്കൽ തൻ്റെ ഇതൊക്കെ തന്നെ കളവാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇത് നെഫ്രോസ്കോപ്പാണ്, അത് ഒരിക്കലും അത് പുതിയതല്ല, അത് നന്നാക്കാനായി കൊടുത്ത് റിപ്പയർ ചെയ്യാനായി കൊടുത്തത് അത് 2 ലക്ഷം രൂപയാകുമെന്നുള്ള 2 ലക്ഷം രൂപയാകുമെന്ന് കടയുടമ അറിയിച്ചതിനെ തുടർന്ന് ഇത്രയും കാശ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തതിനാൽ അത് റിപ്പയർ ചെയ്യേണ്ട, മടക്കി അയക്കാൻ പറയുക. അതനുസരിച്ച് മടക്കി അയച്ചു. ആ മടക്കി അയച്ചതിൻ്റെ ഡെലിവറി ചെല്ലാനായിരുന്നു, അല്ലാതെ അതിൻ്റെ ബില്ലല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് ശരിവെച്ചുകൊണ്ട് കടയുടമ ഇപ്പോൾ പറയുന്നു. അപ്പോൾ അവിടെ വീണ്ടും ഉയരുന്നൊരു സംശയം, ഒരു നെഫ്രോസ്കോപ്പാണോ അല്ലെങ്കിൽ അത് മോസിലോസ്കോപ്പാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലുമാണോ എന്നൊരു സംശയം. അവർ അത്രയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവരാണ്. ഇനി അതിൻ്റെ അകത്ത് രണ്ടാമത് വരുന്ന ഒരു ചെല്ലാനാണോ, ഒരു ഡെലിവറി ചെല്ലാനാണോ, ബില്ലാണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ അറിയില്ല. ഒരു ബില്ലെന്ന് പറയുമ്പോൾ അതിന് വരുന്നത് ഭീകരമായ തുകയാണ് അതിൻ്റെ ബില്ലായി വരുന്നത്. ഡെലിവറി ചെല്ലാൻ നമുക്കറിയാം, ഒരു സാധാരണ ഒരു ഉപകരണം അയക്കുമ്പോൾ അത് തിരിച്ച് കൊറിയറായി വരുമ്പോൾ അത് കൈപ്പറ്റിയെന്ന് അറിയുന്നതിൻ്റെ ഒരു ഡെലിവറി ചെല്ലാൻ അയക്കും. അതിൻ്റെ എമൗണ്ട് എത്രയാണ് അതുപോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണ്. അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായൊരു കണക്ക് കൂട്ടാൻ, അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോപിക്കുന്ന പോലെ ഒരു ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പൊടുന്നനെ തന്നെ ആശുപത്രി സൂപ്രണ്ടിന് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് തന്നെ അപ്പോൾ അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നു, സാർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ആ ഫോൺ കട്ടാക്കാതെ അദ്ദേഹം ഫോണിലൂടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് പറയുകയാണ്, ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്, അതായത് ഉപകരണം കണ്ടെത്തി കാണാതെ പോയി എന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം മുഴുവനായി വായിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ തന്നെ ആ ഫോൺ അപ്പോൾ അദ്ദേഹം കട്ടാക്കുന്നില്ല. ഉടനെ തന്നെ അടുത്തിരുന്ന മെഡിക്കൽ സൂപ്രണ്ട് അത് വായിക്കുകയാണ്, പ്രിൻസിപ്പൾ അത് വായിക്കുകയാണ്. ആ വായിക്കുമ്പോഴാണ് ഇത് കാണാതായതൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഫോണിലൂടെ നിയന്ത്രിക്കുന്ന ആ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരായിരുന്നു? ആ ഒരു ചോദ്യം അതിൽ വളരെയേറെ ദുരൂഹതയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന അധികൃതരാണ് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും. ഇവർക്കപ്പുറത്തേക്ക് ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? ഇവർ സാർ എന്ന് വിളിച്ച് ആരായിരുന്നു? അപ്പോൾ ആ വ്യക്തിയുടെ, ആ മറുതലക്കിലുണ്ടായിരുന്ന ഫോണിൽ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ആ വ്യക്തിയാണോ ഇക്കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയാണോ ഇവരെ നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ തന്നെ കൃത്യമായി പുറത്തു വരേണ്ടതാണ്. മാത്രമല്ല ഈ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കടയുടമ ഈ വാദങ്ങളൊക്കെ പൊളിയുന്ന രീതിയിൽ വീണ്ടും രംഗത്തെത്തി. അത് വെറും ഒരു ഡെലിവറി ചെല്ലാനായിരുന്നു, അത് റിപ്പയർ ആകാനായി തന്നതായിരുന്നു, മടക്കി അയച്ചാണെന്ന് പറയുമ്പോൾ ഇനി എന്ത് വിശദീകരണമാണ് ഈ ആശുപത്രി അധികൃതർ നൽകേണ്ടത്? അതോടൊപ്പം തന്നെ ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. കാരണം ഈ ഉപകരണം കാണാനില്ല എന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയാണ്. എന്തായാലും ഒരു വലിയൊരു ദുരൂഹതയും ഗൂഢാലോചനയുടെ പിന്നിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമ്പിളി. തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങളുടെ തകരാർ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേരിടുന്നത് തികച്ചും വേട്ടയാടൽ തന്നെയാണ്. ഉപകരണം കാണാനില്ല എന്ന് ആദ്യമായി വെളിപ്പെടുത്തിയത് ആരോഗ്യമന്ത്രി തന്നെയായിരുന്നു. ഇന്ന് ആശുപത്രിയിലെ അധികൃതർ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ആണ് ഡോക്ടർ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. ആ വാദങ്ങളാണ് ഓരോന്നായി പൊളിയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫ്രി ഡിസൂസ. എന്തായാലും ഡോക്ടർ ഹാരിസിന് പൊതുസമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയൊക്കെ വലിയ പിന്തുണയാണുള്ളത്. പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും രംഗത്ത് വന്നു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് നിലവിലെ നടപടികളെല്ലാം. ഡോക്ടറുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു. ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ, കേരളത്തിലെ ആരോഗ്യരംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ, സത്യസന്ധമായി വെളിപ്പെടുത്തിയ, 1 രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി, ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത്. അയാളെ അപകീർത്തിപ്പെടുത്താൻ, അയാളെ അപമാനിക്കാൻ, അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു. ശക്തിയായ എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ കാണാതെ പോയ സംഭവം കണ്ടെത്തി. ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാന്യനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പത്രസമ്മേളനം നടത്തി. ആ ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ, ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ഡോക്ടർ ഹാരിസിന്റെ മീതെ ഒരു നുള്ളു മണ്ണ് വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല. അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും ആരോപണങ്ങളിൽ പ്രതികരണവുമായി ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA ഡോക്ടർ ഹാരിസ് ചിറക്കലിനൊപ്പം നിൽക്കുമെന്നും ഇക്കാര്യത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും KGMCTA ഭാരവാഹികൾ അറിയിച്ചു.
അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു HOD എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിനൊരിക്കലും KGMCT കൂട്ടി നിൽക്കുകയില്ല, അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത്, അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ നടന്നതെന്ന് വ്യക്തമായിട്ട് അന്വേഷിക്കട്ടെ. അപ്പോൾ അതിൽ അന്വേഷണം വേണ്ടത് ഇവിടുന്നല്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് വേണ്ടത്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാൻ ഉറച്ച ഇന്ത്യ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യവുമായുള്ള വ്യാപാര ബന്ധം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. മോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായുള്ള പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമാണ് ഇന്ത്യ റദ്ദാക്കുന്നത്. അമേരിക്കയുമായുള്ള ചില പ്രതിരോധ ഇടപാടുകൾ നിർത്തിവെച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. തീരുവയിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത് ചൈന. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത്. ഉച്ചകോടി ഐക്യദാർഢ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു സമ്മേളനമായിരിക്കുമെന്ന് ചൈന. ഈ മാസം 31-നാണ് സമ്മേളനം. 2019-ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവസാന ചൈന സന്ദർശനം. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഭക്ഷ്യവകുപ്പിനെതിരെയും കൃഷിവകുപ്പിനെതിരെയും വിമർശനം. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വകുപ്പിനായില്ല. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിലാണ് പ്രതിനിധികളുടെ വിമർശനം. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, പറഞ്ഞ പോലെ തന്നെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലാണ് CPIയുടെ റവന്യൂ കഴിഞ്ഞ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ ഭക്ഷ്യവകുപ്പും അതുപോലെ തന്നെ കൃഷിവകുപ്പും. അതിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. നമ്മൾ ഈ ശക്തമായ വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ ഭക്ഷ്യവകുപ്പിനാണ് കൂടുതൽ വിമർശനങ്ങളുള്ളത്. വകുപ്പിൻ്റെ തന്നെ അല്ലെങ്കിൽ CPIയുടെ തന്നെ മന്ത്രിയായിട്ടുള്ള GR അനിലിന് ഇത് സംബന്ധിച്ച് വലിയൊരു വിമർശനമാണ് പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പ്രസംഗത്തിൽ നേരിടേണ്ടി വന്നത്. പ്രധാനമായും വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഭക്ഷ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചത്. 13 ഇന സാധനങ്ങളുടെ വിലക്കയറ്റമാണ് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയാത്തത്. നേരത്തെ തന്നെ ഈ 13 ഇന സാധനങ്ങളുടെ വിലക്കയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ തന്നെ അധികാരത്തിലെത്തിയത്. എന്നാൽ അതിന് കഴിഞ്ഞിട്ടില്ല. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് അതിഭയങ്കരമായ വിലയുള്ളത്. ആ വില നിയന്ത്രിക്കാനും സർക്കാരിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കേരയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങണം? മറ്റ് വിപണിയിൽ, പൊതുവിപണിയിൽ തന്നെ വില കുറഞ്ഞ വെളിച്ചെണ്ണകൾ ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ വാങ്ങണമെന്നൊരു നിർബന്ധം വകുപ്പിനുള്ളത് എന്ന വരെ ചോദ്യങ്ങൾ വരെ ഉയർന്നു. ഒപ്പം തന്നെ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയാണ് കൃഷി വകുപ്പ്. കൃഷി വകുപ്പിനും ഇത്തരത്തിൽ വിമർശനം നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതും CPIയുടെ വകുപ്പാണ്. സ്വന്തം വകുപ്പിലെ മന്ത്രിമാർക്ക് വേദിയിൽ വലിയൊരു വിമർശനങ്ങൾ നേരിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഹോർട്ടികോർപ്പിൽ നിന്നും പൊതുവിപണിയേക്കാൾ കൂടുതൽ വിലക്കയറ്റമാണ് ഹോർട്ടികോർപ്പിലുള്ളത്. പിന്നെ എന്താണ് ഈ ഹോർട്ടികോർപ്പ് കൊണ്ടുള്ള ഗുണം എന്നാണ് പ്രതിനിധികൾ ചോദിക്കുന്നത്. ഒപ്പം തന്നെ CPMനും അതിനിശ്ചിതമായ വിമർശനമാണ് ഈ രാഷ്ട്രീയ ഇതിന്മേലുള്ള ചർച്ചയിൽ പ്രധാനമായും വന്നിട്ടുള്ളത്. CPM ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഒരു നയവും CPI ഭരിക്കുന്ന വകുപ്പുകൾക്ക് മറ്റൊരു നയവുമാണ് സർക്കാർ തുടരുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ സപ്ലൈകോ വലിയ വില പ്രതിസന്ധിയിലൂടെ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ CPMന്റെ വകുപ്പ് കൂടിയായിട്ടുള്ള കൺസ്യൂമർ ഫെഡിന് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ഇവർ ഉയർത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയാണ് എന്നും ഈ സമ്മേളനത്തിൽ ഒപ്പം തന്നെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ഗവർണർ വിഷയത്തിൽ CPM ഒരു ഇരട്ടത്താപ്പ് നയം തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്ന മറ്റൊരു കാര്യം. പ്രതിനിധികൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ഇതിന്മേൽ നടത്തിയിട്ടുള്ള ചർച്ചയിലാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടുതലായി ഉയർന്നു വന്നിരിക്കുന്നത്. അതും തങ്ങളുടെ വകുപ്പിനെ തന്നെ വിമർശിച്ചുകൊണ്ട് ശക്തമായ വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉയർത്തിയിരിക്കുന്നത്.
ശരി, CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് CPI ഭരിക്കുന്ന ഭക്ഷ്യവകുപ്പിനെതിരെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിനെതിരെയും വലിയ വിമർശനമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വകുപ്പിനാകുന്നില്ല എന്ന വിമർശനമുണ്ടാകുന്നു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ, അതായത് മന്ത്രിമാർ കൂടി പങ്കെടുക്കുന്ന പൊതുചർച്ചയിലാണ് ഇത്തരത്തിൽ വലിയ വിമർശനമുണ്ടായിരിക്കുന്നത്. രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരുമുറുകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹം നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതേസമയം രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ മാപ്പ് പറയണമെന്നും രാഹുൽ നേരിട്ട് ഒരു വിഷയത്തിലും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം കമ്മീഷൻ ഉടൻ ഡിജിറ്റൽ ഡേറ്റ കൈമാറണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് 5 ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഡിജിറ്റൽ പതിപ്പുകൾ നൽകാത്തതെന്ത്? വീഡിയോ ദൃശ്യം നൽകാത്തതെന്ത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ലിസ്റ്റിൽ വ്യാപക ക്രമക്കേട് നടത്തിയതെന്തിന്? മറുപടി തരാതെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്ത്? ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്കു ശേഷം ചില സംസ്ഥാനങ്ങളിലെ ഈ വോട്ടർ ലിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തു എന്നും പരാതിയുണ്ട്. മഹാരാഷ്ട്ര, ബീഹാർ, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റിൽ പട്ടിക തുറക്കാനാകുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നുവന്നത്. എന്തായാലും വോട്ടർ പട്ടിക ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. 1 ലക്ഷം പേരെ അണിനിരത്തി രാഹുൽ ഗാന്ധിയുടെ മെഗാ റാലി ബംഗളൂരുവിൽ ആരംഭിച്ചു. ഫ്രീഡം പാർക്കിലാണ് വമ്പൻ റാലി. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റെന്ന് രാഹുൽ ഗാന്ധിക്ക് പുറമെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. പരിപാടിക്ക് ശേഷം കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ നേരിട്ട് കണ്ട് വോട്ട് മോഷണം സംബന്ധിച്ച പരാതിയും തെളിവുകളും കൈമാറും. വോട്ട് മോഷണം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് പ്രതിഷേധ റാലി എന്നതും ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധിയുടേത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബംഗളൂരു സെൻട്രലിൽ കൃത്രിമത്വത്തിലൂടെ ചേർത്തത് 1 ലക്ഷത്തിലധികം വോട്ടുകൾ. മോദിക്ക് അധികാരത്തിലിരിക്കാനുള്ള അർഹതയില്ലെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്നലെ വെളിപ്പെടുത്തിയത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 32,000 വോട്ടിന് BJP ജയിച്ച ബാംഗ്ലൂർ സെൻട്രലിലെ സീറ്റിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത്. നമ്മളെല്ലാവരും കണ്ടു. ഒരേ പേരിൽ വിവിധ വോട്ടർമാർ, അല്ലേ? ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ 60ഓളം വോട്ടർമാർ, പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം, ചിലരുടെ ഹൗസ് നമ്പർ 0, പുതിയതായിട്ട് എൻറോൾ ചെയ്ത 18 വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ 70-80 വയസ്സായ ആളുകൾ. വ്യാപകമായ അഴിമതി രാജ്യത്തുടനീളം, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു. ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു. ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ, നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയും കൂട്ടരും. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, കൊല്ലത്ത് 3ാം ക്ലാസ്സുകാരന് രണ്ടാനച്ഛന്റെ പീഡനം. വികൃതി കാട്ടിയതിന് കുഞ്ഞിന്റെ കാലിൽ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിക്കുകയായിരുന്നു. രണ്ടാനച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അമ്മ വിദേശത്താണ്. കുട്ടിയെ CWCയിലേക്ക് മാറ്റി. മുൻപും രണ്ടാനച്ഛനിൽ നിന്നും പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്. ഈ കുട്ടിക്ക് CWC ഉദ്യോഗസ്ഥർക്ക് കുട്ടി മൊഴി നൽകുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU പീഡനക്കേസ് പ്രതിയായ ജീവനക്കാരനെ പിരിച്ചുവിട്ടു. അറ്റൻഡർ AM ശശീന്ദ്രനെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് പോരാട്ടത്തിനിറങ്ങിയതെന്നും അതിജീവിത പ്രതികരിച്ചു. ശ്വേതാ മേനോനെ പിന്തുണച്ച് നടൻ ദേവൻ. ശ്വേതാ മേനോനെതിരെ കേസെടുത്തതിൽ ശക്തമായ വിയോജിപ്പുണ്ടെന്ന് ദേവൻ. അമ്മ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി ഉയർന്നത്. തെരഞ്ഞെടുപ്പിനെ തകർക്കാൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും ദേവൻ പറഞ്ഞു. നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തതിൽ തനിക്ക് വിയോജിപ്പുണ്ട്. അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പരാതി ഉയർന്നത്. അമ്മയെ തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും ദേവൻ പറഞ്ഞു. അമ്മയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരെങ്കിലും ഇതിന് ശ്രമിച്ചതായി കരുതുന്നില്ല. സംഘടനയ്ക്ക് അകത്തുള്ളവരാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്മയുടെ ചരിത്രത്തിൽ ഉണ്ടായത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു അജണ്ട തന്നെ, വലിയ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ
കാണുന്നത്, ഈ ഒരു ഇലക്ഷനെ നമ്മൾ കാണുന്നത്, ഈ അമ്മ എന്ന സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ഏതോ ഒരു ശക്തി അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യുക. 15-ാം തീയതി വരാൻ പോകുന്ന ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഏതോ ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി. നടിമാർ ദുരനുഭവം രേഖപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ഇതുവരെ അക്കാര്യത്തിൽ പരിശോധന ഉണ്ടായില്ലെന്ന് ദേവൻ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇതേവരേക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതും 2018 നടന്നൊരു സംഭവമാണ്. ഇതേവരെ അത് ചെയ്തവരാരാണെങ്കിലും അത് തെറ്റാണ് അവർ ചെയ്തത്. അതിന് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. കാരണം അമ്മയ്ക്കൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ വന്നിട്ട് എന്താണ് നിങ്ങൾ, അല്ലാണ്ട് നമ്മളൊരു റെക്കോർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാനത്. അത് എന്തുകൊണ്ട് അമ്മ ആക്ഷൻ എടുത്തില്ല എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയാൽ അമ്മയുടെ സാമ്പത്തിക കാര്യത്തിൽ റീ ഓഡിറ്റിംഗ് ഉണ്ടാകുമെന്നും ദേവൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. കോൺഗ്രസ് പുനഃസംഘടനയിൽ മാനദണ്ഡം തയ്യാറാക്കാൻ നേതൃചർച്ച സംസ്ഥാനത്ത് നടക്കും. KPCC തയ്യാറാക്കിയ ജംബോ പട്ടിക ഹൈക്കമാൻഡ് തള്ളിയതോടെയാണ് വീണ്ടും ചർച്ച നടത്താൻ സംസ്ഥാന നേതൃത്വം തയ്യാറെടുക്കുന്നത്. നേതൃനിരയിലേക്ക് MP-മാർ നിർദ്ദേശിച്ച പേരുകളും പരിഗണിക്കാനാണ് തീരുമാനം. KPCC ജനറൽ സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും ഉൾപ്പെടെ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ ജംബോ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളിയതോടെയാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ പട്ടിക തയ്യാറാക്കാൻ നേതൃയോഗം ചേരുന്നത്. പുനഃസംഘടനയുടെ പേരിൽ ജംബോ കമ്മിറ്റികൾ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. സാധ്യതാ പട്ടിക ചുരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയാകാൻ സെക്രട്ടറിയായി പ്രവർത്തന മികവ് തെളിയിച്ചിരിക്കണം. DCC പ്രസിഡന്റ് ആകാനും ഇതേ മാനദണ്ഡമാണ്. നേതാക്കളുടെ താൽപര്യപ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചതോടെയാണ് സംസ്ഥാന തലത്തിൽ വീണ്ടും ചർച്ച നടത്തി ചുരുങ്ങിയ പട്ടിക തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. 7-8 DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ മാത്രം മാറ്റം മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ. കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം എന്നീ ജില്ലകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. സംസ്ഥാനത്ത് പാർട്ടിയുടെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഡൽഹിയിൽ MP-മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പുതിയ മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വനത്തിനോട് ചേർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിക്കുന്നത് വന്യജീവികൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാകുന്നു. എറണാകുളം മലയാറ്റൂർ യൂക്കാലി ഭാഗത്താണ് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ജഡാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ വനം വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേർതിരിക്കുന്ന യൂണിറ്റിനെതിരെയാണ് പരാതി ഉയരുന്നത്. വനത്തിനോട് അതിർത്തി പങ്കിടുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. മാലിന്യങ്ങൾ തള്ളുന്നതിനാൽ കാട്ടുപന്നിയടക്കം ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നതായാണ് ആരോപണം. പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പ്രദേശത്തെ ജനജീവിതത്തിനും ഭീഷണിയാകുന്നു. ഇതിനകത്ത് എയർപോർട്ടിൽ നിന്ന് അതേപോലെ തന്നെ മറ്റ് ഹോട്ടലിൽ നിന്ന് ഒക്കെ കൊണ്ടുവരുന്ന ഭക്ഷണ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള സാധനമാണ് ഇവിടെ തരംതിരിക്കുന്നത്. ഇത് കത്തിക്കുകയാണ് ചെയ്യണത്. കത്തിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം ഇതേമാതിരി ഇത് മുൻപ് ചെയ്തിട്ടും പഞ്ചായത്ത് അടക്കം ഇവർക്ക് ഫൈൻ കൊടുത്ത് ഇവർ അത് ഒഴിവാക്കി നിർത്തിപ്പോയതാണ്. ഈ പ്രദേശം ഒഴിഞ്ഞ ഒരു പ്രദേശമായതുകൊണ്ട് ആൾക്കാർ താമസിക്കുന്ന പ്രദേശമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്താലും ആരും അറിയില്ല എന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല. മൊത്തം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയോ, പരാതികൾ ഒരുപാടുണ്ട്, എന്നിട്ടൊരു നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും കാട്ടുപന്നിയുടെ ജഡാവശിഷ്ടം കണ്ടെത്തിയിരുന്നു. നായാട്ട് സംഘം വേട്ടയാടിയ ശേഷം അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതാകാമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. പശുവാണെന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ വന്ന് ഫോറസ്റ്റിനെ അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു, ഞാനടക്കം വന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വേസ്റ്റ് കൂമ്പാരം കാണുന്നത്. അവിടെ കാട്ടുപന്നീനാണ് വെടിവെച്ച് കൊന്നിരുന്നത്. അത് ആരോ നായാട്ടെടുത്ത് കൊണ്ടുവയ്ക്കണം. അതിൻ്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നടക്കം കൊണ്ടുവരുന്ന മാലിന്യങ്ങളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുകയും പിന്നീട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മറ്റിടത്തേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നതെന്നുമാണ് യൂണിറ്റ് നടത്തിപ്പുകാർ പറയുന്നത്. പ്ലാസ്റ്റിക്, അലുമിനിയം, അതുപോലെ പേപ്പറൊക്കെ തരംതിരിച്ച് കയറ്റിവിടാണ്. ഞങ്ങളല്ലാണ്ട് ഒരാൾക്കൊരു ഉപദ്രവമായിട്ട് ഞങ്ങൾ ചെയ്യണതല്ല. ഇത് കിടന്നുകൊണ്ടാണ് പന്നി. അപ്പം ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ പന്നികളുണ്ട്. അത് ഞങ്ങളുടെ പറമ്പിൽ വേസ്റ്റ് കിടന്നിട്ടാണോ? അതിന് മാത്രം പന്നികൾ. ഞങ്ങൾ കൃഷി ചെയ്തൊന്നും കിട്ടാറില്ല. ഞങ്ങളിത് വർഷങ്ങളായിട്ട് ചെയ്യേണ്ടായിരുന്നു. വനത്തോട് ചേർന്നുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ വനം വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട്. സംസ്കരണ യൂണിറ്റിൽ മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കുന്നതിനാൽ മൃഗങ്ങളെ വേട്ടയാടുന്നവർക്ക് സൗകര്യം ലഭിക്കുന്നതായും വനം വകുപ്പിന്റെ പരാതിയിൽ പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി.
തൃശൂരിൽ കൃഷിയിടത്തിലെ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവതിക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു. കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ഇന്ന് രാവിലെ 9:15 അപകടമുണ്ടായത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുവാനായി പോയപ്പോഴായിരുന്നു അപകടം. കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. പറമ്പിലെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടിവീണ് അതിൽ നിന്നും ജൂലിക്ക് ഷോക്കേൽക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പരിക്കേറ്റ ജൂലിയെ ഉടനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമൃത ന്യൂസ്, തൃശൂർ. സ്വർണ്ണവിലയിൽ വൻ വർധനവ്. 1 ഗ്രാം സ്വർണത്തിന് വില 9,470 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് വില ഉയരാൻ കാരണം. സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഗ്രാമിന് 9,470 രൂപയും പവന് 75,760 രൂപയുമായി. രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $3,382 ഉണ്ടായിരുന്നത്. എന്നാൽ ബോർഡ് റേറ്റ് നിശ്ചയിക്കുന്ന സമയത്ത് $3,396 അന്താരാഷ്ട്ര വില മാറിയതാണ് വിലവർദ്ധനവുണ്ടാകാൻ കാരണം. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് അന്താരാഷ്ട്ര സ്വർണ്ണവില $3,500 എത്തിയപ്പോഴും സ്വർണ്ണവിലയിൽ റെക്കോർഡ് ഉണ്ടായിരുന്നു. അന്ന് രൂപയുടെ വിനിമയ നിരക്ക് 84-ലായിരുന്നു. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയപ്പോഴും ആഭ്യന്തര വിപണിയിൽ വലിയ വിലവർധനമാണ് ഉണ്ടായിട്ടുള്ളത്. രൂപയുടെ വിനിമയ നിരക്കിൽ വന്ന വ്യത്യാസമാണ് ഇപ്പോഴുള്ള വിലവർധനവിൻ്റെ ഒരു പ്രധാന മറ്റൊരു കാരണം. രൂപയുടെ വിനിമയ നിരക്ക് 87.68-ലാണുള്ളത്. വൻകിട നിക്ഷേപകർ അടിയന്തര നടപടി എടുത്തില്ലെങ്കിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനാണ് സാധ്യത. നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഗോൾഡിന് നല്ല ഡിമാൻഡ് തന്നെയാണ്. ഇനി ഗോൾഡിൻ്റെ പോക്ക് അപ്വേർഡ് ട്രെൻഡ് തന്നെ ആയിരിക്കും. വിവാഹ സീസൺ അടുത്തതോടെ സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് റേറ്റ് കൂടിയാലും അതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ആളുകൾ മേടിക്കുമെന്നാണ് എൻ്റെ തോന്നൽ. എസ്പെഷ്യലി കേരളൈറ്റ്സ് അത് ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. 18, 14, 9 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ആനുപാതികമായി വിലവർധന ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വില 125 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച പണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ. കോതമംഗലം പോത്താനിക്കാട് സ്വദേശി കെ ജോസഫ്, ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കോതമംഗലം പോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പന നഗരസഭ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. 2022-ൽ 25,000 രൂപയും 2023-ൽ 30,000 രൂപയും നിക്ഷേപിച്ചു. ഇതിന് 8.75% പലിശ നൽകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ തുക നിക്ഷേപിച്ചതിനു ശേഷം ഇവർക്ക് പലിശ പോലും കിട്ടിയിട്ടില്ല. 2023-ൽ 30,000 രൂപ ഒരു വർഷത്തേക്കായി കാത്തിരിക്കുന്നു. അത് പിന്നെ 10 പൈസ മുതൽ പരിചയം തന്നിട്ടില്ല. ഞങ്ങളൊരു 15 പ്രാവശ്യമൊന്നും അല്ലെന്നാവുന്നത്. എത്ര പ്രാവശ്യം നടന്നു വരും. കൃഷിപ്പണിയടക്കം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഇവർ തങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ്. മറ്റു നിക്ഷേപകർക്കും പണം തിരികെ ലഭിക്കാനുണ്ടെന്നാണ് സൂചന. പുറത്ത് വായ്പ കൊടുത്ത പണം തിരികെ കിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. നിക്ഷേപത്തുക തിരികെ ലഭിക്കാതായതോടെ നിയമ നടപടികളിലേക്ക് നീങ്ങാനാണ് ഈ വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ഭക്ഷണകാര്യത്തിൽ രുചിയേക്കാൾ ഗുണത്തിനാകണം പ്രാധാന്യമെന്ന സന്ദേശവുമായി പത്തിലക്കറി വിളമ്പി കാസർഗോഡ് ഉദിന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 20ഓളം ഔഷധക്കൂട്ടടങ്ങിയ കഞ്ഞിയും 600ഓളം വിദ്യാർത്ഥികൾക്കായി നൽകി. ചീര, കുമ്പളം, തവര, മണിത്തക്കാളി, കൊടിത്തൂവ, തഴുതാമ, പൊന്നാങ്കണ്ണി തുടങ്ങിയ പത്തിലകൾ ചേർത്തുള്ള കറിയും പിളർത്തിയ ചെറുപയറും അജാളി, ഉലുവ, അയമോദകം, ശതകുപ്പ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഔഷധക്കൂട്ടും ദശപുഷ്പങ്ങളുടെ നീരും ചേർത്തുള്ള കഞ്ഞിയുമാണ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയത്. വിദ്യാർത്ഥികൾക്കിടയിലെ ജങ്ക് ഫുഡ് സംസ്കാരത്തിനെതിരെ ആരോഗ്യ ബോധവൽക്കരണവുമായി
രുചിയേക്കാൾ ഗുണത്തിനാകണം പ്രാധാന്യമെന്ന സന്ദേശവുമായി ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 600 വിദ്യാർത്ഥികൾക്കാണ് പത്തിലക്കറിയും ഔഷധക്കഞ്ഞിയും വിളമ്പിയത്. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനായി അധ്യാപകരും രക്ഷിതാക്കളും ആവേശത്തോടെ പങ്കാളികളായി. പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് KV കൃഷ്ണപ്രസാദ് വൈദ്യർ സ്കൂളിലെത്തി ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. നാടനരി തരക്കലും പത്തില മുറിക്കലുമെല്ലാം കൈവിട്ടുപോകുന്ന പാരമ്പര്യ ഭക്ഷണ മൂല്യങ്ങളെ ഓർമ്മപ്പെടുത്തി. സ്കൂളിലെ 600ഓളം വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞിയും ഒപ്പം 10 ഇല കറിയും ഒരുക്കിയിട്ട് കുട്ടികൾ കൊടുത്തത്. ഭക്ഷണം എന്നുള്ളത് വായ്ക്ക് വേണ്ടിയല്ല, വയറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ രുചിയല്ല, ഗുണമാണ് ഭക്ഷണം. ഗുണം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. പത്തിലക്കറി ആദ്യമായി കഴിച്ചതിന്റെ അനുഭവമായിരുന്നു ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്.